പ്രിയപ്പെട്ടവരെ, പ്രക്ഷോഭം ഘടിപ്പിച്ച് ആശാവർക്കർമാർ സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. അതേസമയം സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകിയില്ലെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഫെബ്രുവരിയിൽ 9 ദിവസം സമരക്കാർ ജോലി ചെയ്തിരുന്നു. ആ പണം ഇപ്പോൾ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സുനിഷ അയ്യല്ലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഗുഡ് മോർണിംഗ്. സുനിഷ, നല്ല തിങ്കളാഴ്ചയാണ്, സമരത്തിൻ്റെ ചൂടുള്ള ദിവസമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സെക്രട്ടേറിയറ്റ് വളയും എന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം എത്ര പേരെത്തുമെന്നതിൽ ആശങ്കയുണ്ടോ നമ്മുടെ ആശാവർക്കർമാർക്ക്? പിന്നിൽ അവർ രാവിലെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. അരുൺ, സമരം ഇന്ന് 36ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതായത് സമരക്കാരൊക്കെ തന്നെയും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെയുള്ള ആശാവർക്കർമാർ പറയുകയും ചെയ്യുന്നത്. അതായത് വിവിധ ജില്ലകളിൽ നിന്ന്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ 100-ലധികം ആളുകൾ ഏതായാലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെയെങ്കിൽ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും സമരം കടുപ്പിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം 35 ദിവസമായിട്ടും സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ സമരം, അതായത് ഇനി അങ്ങോട്ട് സമരം ശക്തിപ്പെടുത്തുന്നു എന്നത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി അല്പസമയത്തിനകം തന്നെ ഒരു 9:30 സെക്രട്ടേറിയറ്റ് ഉപരോധം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുമെന്നത് തന്നെയാണ്. ഒപ്പം തന്നെ അരുൺ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു ഉപരോധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് വിന്യാസം അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ ഗേറ്റിനു മുന്നിലും വലിയൊരു പോലീസ് നിരയെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ കന്റോൺമെൻറ്റ് ഗേറ്റിലേക്ക് സമരക്കാർ കടക്കാതിരിക്കാൻ കന്റോൺമെൻറ്റ് ഗേറ്റിലേക്കുള്ള 3 വഴികൾ, പ്രധാനമായും സെക്രട്ടേറിയറ്റിൽ നിന്ന് നമ്മൾ കടക്കുന്ന കന്റോൺമെൻറ്റ് ഗേറ്റിലേക്ക് പോകാനുള്ള ഒരു വഴി ആദ്യം തന്നെ ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ YMCA ഗേറ്റിൻ്റെ ഭാഗത്തുകൂടെ പോകാനുള്ള വഴിയും അതേ രീതിയിൽ തന്നെ ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ കന്റോൺമെൻറ്റ് ഗേറ്റിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടി തടഞ്ഞിട്ടുണ്ട് എന്നതാണ്. ചേച്ചി, സമരം കടുപ്പിക്കുകയാണ്, ഏതായാലും ഉപരോധത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു, കടുപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും കടുപ്പിക്കുകയാണ്. ഇന്ന് ഉപരോധമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് എല്ലായിടത്തും പരിശീലന പരിപാടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സർക്കാരിനെ അല്ല ഭയക്കുന്നത്, സർക്കാർ നമ്മളെ ഭയക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു പരിശീലന പരിപാടി വെച്ചുകൊണ്ട് സ്ഥലം പോലും നിശ്ചയിക്കാതെ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അവർ ഓരോ അടവും പയറ്റുന്നു. അതിന് എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ചേച്ചി, ഈ പരിശീലന പരിപാടി വെച്ചതുകൊണ്ട് ഏറെക്കുറെ ആളുകൾക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? അതായത് എത്ര അധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളൊരു അവർക്ക് തന്നെ അറിയാം. ഇന്ന് പരിശീലനം വെക്കാതിരുന്നെങ്കിൽ കൂടുതൽ പേര് എത്തുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ പരിശീലന പരിപാടി തട്ടിക്കൂട്ടി എടുത്തത്. മിക്ക സ്ഥലത്തും സെൻറ്റർ എവിടെയാണെന്ന് പോലും നിശ്ചയിക്കപ്പെട്ടില്ല. എൻ്റെ സ്ഥലത്ത് പോലും പറഞ്ഞ സെൻറ്ററിൽ തന്നെ നടത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്നാൽ അവിടെ തന്നെ നോക്കാം എന്നാണ് മെഡിക്കൽ ഓഫീസർ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇതെല്ലാം അവർ പെട്ടെന്ന് ഈ ഒരു സമരത്തെ ഉപരോധിക്കാൻ വേണ്ടി അവരെ കണ്ടുപിടിച്ച ഉപരോധമാണ് ഞങ്ങൾക്കെതിരെ. എന്തായാലും ഞങ്ങളുടെ ഉപരോധം ഞങ്ങൾ ശക്തമാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ന്യായമായ ഡിമാൻഡുകളാണ് വെച്ചിരിക്കുന്നത്. അത് ഈ പൊതുസമൂഹത്തിനറിയാം. അനാവശ്യമായിട്ടുള്ള ഒരു സമരമല്ല ഞങ്ങളുടേത്. ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അത് നേടിയെടുത്തേ പോകൂ. ചേച്ചി, മറ്റൊരു കാര്യം, തുടക്കം മുതൽ സമരത്തിലുണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഓണറേറിയം കഴിഞ്ഞ മാസത്തെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സമരക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, അല്ലേ? അതെ, ഞങ്ങൾ ഫെബ്രുവരി 9 വരെ വർക്ക് ചെയ്തവരുടെ റിപ്പോർട്ട് ചില സെൻറ്ററുകളിൽ വാങ്ങി, ചില സെൻറ്ററുകളിൽ റിപ്പോർട്ടൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ആ 9 ദിവസത്തെ കാശ് അവർക്ക് കിട്ടുന്നില്ല. പിന്നെ അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ 9 ദിവസത്തെ കാശ് കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് പോലും വാങ്ങിച്ചിട്ടില്ല. അത് അന്യായം തന്നെയാണ്. അരുൺ, ഇതാണ് നിലവിൽ അവർക്ക് പറയാനുള്ളത്. അതായത് ഒന്നാമത്തെ കാര്യം, നേരത്തെ തന്നെ NHM നേതൃത്വത്തിൽ നടത്താനിരിക്കുന്ന ഈ പരിശീലന പരിപാടി അത് പൂർണ്ണമായും ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ബഹിഷ്കരിച്ചുകൊണ്ട്, ഉത്തരവ് ബഹിഷ്കരിച്ച്, പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ഒപ്പം തന്നെ ഹാജർ നിലയടക്കം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് NHM അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ പറയുന്നത് ഇവരുടെ സമരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു ഉത്തരവ് വന്നിരിക്കുന്നത് എന്നതാണ്. ഒപ്പം തന്നെ ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഓണറേറിയത്തിന്റെ കുടിശ്ശിക നൽകി തുടങ്ങിയത്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം കഴിഞ്ഞ ദിവസം മുതൽ നൽകി തുടങ്ങുകയും ഫെബ്രുവരി മാസത്തിൽ അവർ പണിയെടുത്ത ദിവസത്തെ 9 ദിവസത്തെ ഓണറേറിയം കൊടുക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അത് കൊടുക്കേണ്ടതല്ലേ സർക്കാർ? അത് ചെയ്തത് മോശമായി പോയി. അങ്ങനെ പ്രതികാര നടപടി ഉണ്ടാവാൻ പാടില്ല. സമരം എന്നുള്ളത് ജീവിതത്തിന്റെ ഭാഗമല്ലേ? സമര സംഘടനകളെ അംഗീകരിക്കുന്ന പാർട്ടിയല്ലേ CPM ഇടതുപക്ഷവും ഒക്കെ. അപ്പോൾ എന്തായാലും ആ 9 ദിവസം ഓണറേറിയം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നുള്ളതാണ്. എന്തായാലും സമരവേദിയിൽ ഇനിയിപ്പോൾ കൂടുതൽ ആശാവർക്കർമാർ എത്തുകയും സെക്രട്ടേറിയറ്റ് വളയുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കന്റോൺമെന്റ് ഗേറ്റ് അടക്കം ഉപരോധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ നോക്കാം.